ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി സുജാതയെ ആക്രമിച്ചത് ആരാണെന്നറിയാനായി അമ്പലത്തിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് കൃഷു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അമ്മ ദാനം തന്നതാണ് ഈ ജീവൻ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കിനി നോക്കി നിൽക്കാനാവില്ല. ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഞാനും കൃപയും അമ്മയോട് വഴക്കുണ്ടാക്കി. ഞങ്ങൾ പോകുന്ന സമയത്ത് നോൺ വെജ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ചീത്ത പറഞ്ഞു. ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അമ്മയ്ക്ക് വേണ്ടി ഇനി എനിക്ക് വഴിപാടുകളൊക്കെ ചെയ്യണം. കൺമണി അതെന്തെല്ലാമാണെന്ന് നീ പറഞ്ഞു തരണം. അമ്മയ്ക്ക് വേണ്ടി അതെല്ലാം ചെയ്യാമെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും സാറ് വായു എന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് സുജുവിനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്ക് വല്ല ക്ഷീണമുണ്ടോ എന്ന് വണ്ടിയിൽ നിന്നിറങ്ങി ബലരാമൻ ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാഗർ. കൃഷി എവിടെ? നിങ്ങൾക്കൊന്ന് കൃഷിനെ വിളിച്ചു നോക്കാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. സാഗർ അപ്പം പറയുന്നുണ്ട്, വിളിച്ചു നോക്കാമെന്ന്. കൃപ അപ്പം പറയുകയാണ്, ഏട്ടൻ കൺമണിയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. അമ്മയെ ആക്രമിച്ചത് ആരാണെന്ന് കണ്ടെത്താനായിട്ടാണ് അവർ പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, അവൻ എന്തിനാണ് വീണ്ടും അങ്ങോട്ടേക്ക് പോയത്? ശത്രുക്കളുള്ള സ്ഥലമാണത് എന്നങ്ങനെ സുജു പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടൻ വെറുതെ ഇരിക്കുന്ന തോന്നുന്നുണ്ടോ എന്നങ്ങനെ പറയുമ്പോൾ ബലരാമൻ ഇടയിൽ കയറി പറയുന്നുണ്ട്, കൃപെ നീയൊന്നും മിണ്ടാതിരിക്കേ, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ എന്തിനാണ് ഒരു ചർച്ച നടത്തുന്നത്? ഞാൻ എന്തായാലും വാഷ്റൂമിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബലരാമൻ അകത്തേക്ക് പോവുകയാണ്. ബലരാമൻ പറയുന്നത് കേട്ട് കൃപയ്ക്ക് ദേഷ്യം വന്ന് കൃപ സുജുവിനോട് പറയുന്നുണ്ട്, അമ്മയുടെ ഈ മോനുണ്ടല്ലോ, ഏട്ടനോട് എന്ത് മോശമായിട്ടാണ് പെരുമാറിയതെന്ന് അറിയാവോ? അതുകൊണ്ടാണ് ഏട്ടൻ ഇറങ്ങിപ്പോയതല്ല, ഇറക്കി വിട്ടതാണ്. ഇതൊന്നും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തായാലും വിളിച്ചു പറയും. ഇപ്പോൾ ആ മാനസയുടെ കൂടെയല്ലേ കൂട്ട്, എന്നിട്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്ന് കൃപ അങ്ങനെ പറയുമ്പോൾ സുജുവും സാഗറും കൃപയോട് പറയുന്നുണ്ട്, നീ എന്തായാലും അവനോട് മുഷിച്ചലൊന്നും കാണിക്കണ്ട. അവനിപ്പോൾ വന്നേ ഉള്ളൂ, അവനോട് വൈരാഗ്യത്തിനൊന്നും നീ നിൽക്കണ്ട. അതുമാത്രമല്ല കൃഷ്ണനോട് നമുക്ക് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ, അതുകൊണ്ട് നീ കുറച്ച് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കൃപയെ അങ്ങനെ അവർ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേ, നമുക്ക് പഴയതുപോലെ എല്ലാവരെയും മാറ്റിയെടുക്കണമെന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, കൃഷിയേട്ടൻ എപ്പോൾ വിളിച്ചാലും ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ ഈ മോൻ്റെ കാര്യമാണ് എനിക്ക് പേടിയാവുന്നത്. മാനസയുടെ കൂടെയല്ലേ പോയി പെട്ടിരിക്കുന്നത്, തിരിച്ചു കിട്ടിയാൽ ഭാഗ്യമെന്ന് പറഞ്ഞ് കൃപ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. സുജു ആകെ ടെൻഷനായിക്കൊണ്ട് സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ നിങ്ങളൊന്ന് കൃഷിനെ വിളിക്കേ, അവനോട് അധികം നേരം അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് സുജു അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ശരി ഞാൻ വിളിക്കാം, നീ വായോ വന്ന് റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷും കൺമണിയും കൂടി അമ്പല കമ്മിറ്റിക്കാരോട് പോയിട്ട് ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും തെളിവുകളുണ്ടോ, CCTV ഫുട്ടേജ് ഉണ്ടോ എന്നൊക്കെ അവരങ്ങനെ ചോദിക്കുമ്പോൾ അമ്പല കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്, ഇവിടുത്തെ CCTVകളെല്ലാം കേടാണ്. കുറച്ചു മുന്നേ പോലീസുകാരും വന്ന് അന്വേഷിച്ചിട്ട് പോയേ ഉള്ളൂ. പക്ഷേ തെളിവുകളൊന്നും കിട്ടിയില്ല. അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ കണക്ക് തന്നെയാണ് എന്ന് അമ്പല കമ്മിറ്റിക്കാരങ്ങനെ പറയുന്നുണ്ട്. കൺമണിയും കൃഷിയൊപ്പം പറയുന്നുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവരങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെന്നിട്ട് കൃഷ്ണനോടും കൺമണിയോടും പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇതാ ഇവൻ്റെ ഭാര്യ തൊഴുത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ആ സമയത്താണ് ആ ഗുണ്ടകൾ വന്ന് നിങ്ങളുടെ അമ്മയെ ആക്രമിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, തെളിവുകൾ കിട്ടി. ദൈവം തന്നെ നിങ്ങൾക്ക് അതിനുള്ള വഴി കാണിച്ചു തന്നു. ആ പെൺകുട്ടി ഫോട്ടോസ് എടുത്ത സമയത്ത് ആ ഗുണ്ടകളുടെ മുഖം അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ ഗുണ്ടകളുടെ ഫോട്ടോസ് ആ രണ്ട് ചെറുപ്പക്കാരും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവരപ്പോൾ തന്നെ അത് നോക്കിക്കൊണ്ട് കൃഷിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. കൃഷിയും കൺമണി എന്നിട്ട് ആ ചെറുപ്പക്കാരോട് നന്ദി പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സാഗറിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്. ചന്തു എന്നാണ് പേര്. അയാൾ വന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് സാഗർ വന്ന് ആരാന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് ചന്തു, ഇവിടെ ബലരാമൻ സാറിന് ഒരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണ് എന്ന് പറയാണ് സാഗർ. അപ്പം തന്നെ ശരി, ഞാനിപ്പോൾ തന്നെ ബലരാമനെ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്ത് പോയി ബലരാമനെ വിളിച്ചു വിടുകയാണ്. ബലരാമൻ വന്ന് അയാളോട് സംസാരിക്കുന്നുണ്ട്. സാർ എന്നെ മാനസാമ്മയുടെ പറഞ്ഞയച്ചതാണെന്ന് അയാളങ്ങനെ ബലരാമനോട് പറയുകയാണ്. ബലരാമനപ്പോൾ പറയുന്നുണ്ട്, ശരി, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട്, ഇതാ താക്കോല് വെച്ചോളൂ എന്ന് പറഞ്ഞ് ബലരാമൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് അയാൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം
മാനസിയും ജയമോഹനും ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അല്ല മാനസമോളെ, എനിക്കൊരു സംശയം, നീ ഇത് ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണോ എന്നങ്ങനെ ജയമോഹൻ ചോദിക്കുന്ന സമയത്ത് മാനസ് പറയുന്നുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഇപ്പോൾ കൃഷിന് വെച്ച കെണി അവൻ്റെ അമ്മയ്ക്കാണ് കിട്ടിയതെങ്കിലും ആ കുടുംബത്തിലെ ആർക്കെന്ത് സംഭവിച്ചാലും നമുക്കത് നേട്ടമല്ലേ? പിന്നെ ആ ഗുണ്ടയെ ബലരാമൻ്റെ ഡ്രൈവറാക്കിയത് അത് എൻ്റെ ഒരു ട്രിക്കാണ്. ഇനിയിപ്പോൾ അയാളാണ് ആക്രമിച്ചതെന്ന് കൃഷും കൺമണിയും എന്തായാലും കണ്ടുപിടിച്ചാലും അത് ബലരാമൻ ചെയ്തതാണെന്നേ അവർ വിശ്വസിക്കൂ. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് നേട്ടമാണോ അതോ മണ്ടത്തരമാണോ എന്ന് മാനസ് അങ്ങനെ ജയമോഹനോട് ചോദിക്കുകയാണ്. ജയമോഹൻ അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് ഈ ബുദ്ധിയൊക്കെ എങ്ങനെയുണ്ടായി? ഇത്രയൊക്കെ നീ ചിന്തിച്ചു കൂട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട്, കുറേ ആയില്ലേ ഈ പണി തുടങ്ങിയിട്ട്. എന്തൊക്കെയുണ്ടായാലും അവർ തന്നെയായിരിക്കും ജയിക്കുന്നത്. പക്ഷേ എങ്കിലും ചില സന്ദർഭങ്ങളിലെല്ലാം നമുക്കും ജയിക്കേണ്ടേ അച്ഛാ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്ന് മനസ്സ് അങ്ങനെ ജയമോഹനോട് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ജയമോഹൻ അപ്പോൾ പറയുന്നുണ്ട്, ഇനി എന്തായാലും നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല. ബലരാമനും കൃഷ്ണൻ തന്നെ തമ്മിൽ അടിയുണ്ടായിക്കോളും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു യുദ്ധം നമുക്ക് കാണാം. നമുക്ക് വെറുതെ അത് കണ്ട് ആസ്വദിക്കാമെന്ന് ജയമോഹൻ അങ്ങനെ പറയുകയാണ്. പിന്നീട് കൃഷ്ണൻ കൺമണിയും കൂടി സാഗറിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവരങ്ങനെ വീടിനകത്തേക്ക് കയറാനായി നിൽക്കുമ്പോഴാണ് കൺമണി ബലരാമൻ്റെ പുതിയ ഡ്രൈവർ ചന്തുവിനെ കാണുന്നത്. കൺമണി അപ്പം തന്നെ അയാളെ കൃഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാറേ, അയാളെ ഒന്ന് നോക്ക്, അമ്മയെ ആക്രമിച്ചതിൽ ഒരാളല്ലേ അത്. സാറ് ഫോണൊന്നെടുത്ത് നോക്കുമെന്ന് പറഞ്ഞ് അവർ ഫോണെടുത്ത് ആ ഫോട്ടോയും അയാളെയും നോക്കുകയാണ്. ഇതാ കൊട്ടേഷൻ ടീമിലെ ഗുണ്ട തന്നെയാണെന്ന് അവരങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണനും കൺമണിയും പോയി താൻ ആരായെന്നൊക്കെ ചോദിക്കുകയാണ്. അയാളപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബലരാമൻ സാറിൻ്റെ ഡ്രൈവറാണെന്ന്. അത് കേട്ടതും കൺമണിയും കൃഷിയും ദേഷ്യത്തോടെ അകത്തേക്ക് പോയി എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. സാഗർ എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്തായിടാ നിങ്ങൾ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം, ഏട്ടനുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സാഗർ ഉണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ബലരാമനെയും വിളിക്കുകയാണ്. ബലരാമൻ വന്നതും കൃഷി പറയുന്നുണ്ട്, ഏട്ടൻ എന്നോട് വിരോധമുണ്ടെന്നറിയാം, പക്ഷേ പകയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കൊന്നുകളയാൻ മാത്രം അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ ഞാൻ? ആളെ വാടകയ്ക്കെടുത്ത് കൊന്നുകളയാൻ മാത്രം ഞാൻ ഏട്ടനോട് ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം കൃഷി അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണിയും ചോദിക്കുന്നുണ്ട്, നാണമില്ലേട്ടാ ഗുണ്ടകളെ വെച്ച് സ്വന്തം അനിയനെ കൊല്ലാൻ എന്ന് കൺമണി പറയുമ്പോൾ ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാവരും മാറി എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. കൺമണി അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയപ്പോൾ ആ ഗുണ്ടകളിൽ ഒരാളുടെ ഫോട്ടോ കിട്ടി, അത് ബലരാമേട്ടന് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നങ്ങനെ കൺമണി പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ആളോ? ഞാൻ ആരെയും കൊല്ലാനോ കൊട്ടേഷനോ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കൃഷി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആളെ ഏട്ടനെ നേരിട്ട് കാണിച്ചു തരാം, അപ്പോൾ വിശ്വാസമാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണനും കൺമണിയും പുറത്തേക്ക് പോവുകയാണ്. കൂടെ തന്നെ എല്ലാവരും പോകുന്നുണ്ട്. കാറ് തുടച്ചുകൊണ്ടിരിക്കുന്ന ചന്തുവിനെ കൃഷി അങ്ങനെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. കൃഷി എന്നിട്ട് ബലരാമനോട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ഡ്രൈവറാണെന്ന്. ഇയാൾ തന്നെയാണ് ഇന്ന് അമ്മയെ ആക്രമിക്കാൻ നോക്കിയതെന്നും കൃഷി അങ്ങനെ പറയുകയാണ്. പിന്നീട് കൺമണി ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, താൻ ഇന്ന് രാവിലെ എവിടെയായിരുന്നുവെന്ന്. അയാളപ്പോൾ പറയുന്നുണ്ട്, ഞാൻ മാനസ മേഡത്തിൻ്റെ ഓഫീസിലായിരുന്നുവെന്ന്. കൃഷപ്പ പറയുന്നുണ്ട്, അത് കൊള്ളാം, ഇപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? എന്നെ കൊല്ലാൻ വേണ്ടി മാനസ കൊട്ടേഷൻ കൊടുത്തതാണ്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള നാടകമായിരുന്നു ഇത് എന്ന് കൃഷി അങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.